എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ കെ ടി ജലീൽ നിരന്തരമായ ആരോപണങ്ങളിൽ ഇനി എനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ബന്ധു നിയമനം കയ്യോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരമൊരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതുമാത്രമല്ല, പക അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അതുമാത്രമല്ല, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബന്ധു നിയമനത്തിൻ്റെ സമയത്ത് കേരള നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ തെറ്റുകാരനാണെന്ന് കണ്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ്. നിയമസഭയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തെറ്റുകാരനാണെന്ന് രാഷ്ട്രീയ ആരോപണമല്ല. അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ലോകായുക്തയിലെ ഒരു വ്യക്തിയല്ല. 2 ലോകായുക്ത, കേരള ഹൈക്കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെല്ലാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം നാണം കെട്ട് രാജിവെക്കുകയും ചെയ്തു. പക്ഷേ പൊതുപ്രവർത്തനം ഇന്ന് വരെ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത്. ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി, വെപ്രാളം, അതാണിപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും, മനോനില തെറ്റിയതുപോലെ പെരുമാറും. അപ്പോൾ നോക്കൂ, അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഫിറോസിന് എന്താണ് കൂലി, ഫിറോസിന് എന്താണ് വേല, ഫിറോസ് എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത്, ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത്, ഇതായിരുന്നു ചോദ്യം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഉത്തരം പറയാണ്, ഫിറോസിന് ട്രാവൽസ് ഉണ്ട്, ഫിറോസിന് വില്ല പ്രോജക്റ്റ് ഉണ്ട്, ഫിറോസിന് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ്, ഫിറോസ് ഇടക്കിടക്ക് വിദേശയാത്ര നടത്തുന്നുണ്ട്. എന്തിനാണ്? പാസ്പോർട്ട് പരിശോധിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ്, ഫിറോസിന് വിദേശത്ത് വിസയുണ്ട്, ദുബായിൽ വിസയുണ്ട്, അവിടെ ജോലിയുണ്ട്, അവിടുന്ന് ശമ്പളമുണ്ട്, TA ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, കൊപ്പത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നോടൊരു കാര്യം അറിയിച്ചു. പട്ടാമ്പി കൊപ്പത്ത് ഫിറോസിന് ഒരു ഫ്രൈഡ് ചിക്കൻ കടയുണ്ട്, എമ്മി. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഹൈലൈറ്റ് മാളിൽ ഫിറോസിനൊരു കടയുണ്ട്, അതും എമ്മി. ഇതെല്ലാം ഷാഡോ ആണ്, ബിനാമിയെ വെച്ച് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ്, എനിക്കതിൽ അഭിമാനമുള്ള ആളാണ്. മാത്രമല്ല, എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് പാർട്ടി യോഗങ്ങളിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം, രാഷ്ട്രീയം ഉപജീവനമാക്കരുത്, തൊഴിൽ ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നാണ്. എനിക്ക് കെ ടി ജലീലിനോടും പറയാനുള്ളതാണ്, തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യയിൽ നിന്ന് കടം വാങ്ങുക, എന്നിട്ടത് മാസാമാസം തിരിച്ചടക്കുക? നാണക്കേടല്ലേ? എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യേ, നിങ്ങളും ചെയ്യണം. പക്ഷേ ഒരു കാര്യമുണ്ട്, അഴിമതിയല്ല, സ്വജനപക്ഷപാതമല്ല, പൊതുമുതൽ അപഹരിക്കലല്ല, സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇങ്ങനൊരു എമ്മി പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചു എന്നാണ്.
എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗുകാരോട് ചോദിച്ചത്? കൊപ്പത്തെ CPM-കാരോട് ചോദിച്ചാൽ മതിയല്ലോ. കൊപ്പത്തെ CPM-കാരെ അതിൻ്റെ ഉദ്ഘാടനത്തിനടക്കം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ ബിൽഡിംഗ് ഓണർ എടുത്ത് പോയത് ഞാനാണ്, അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ്. അതുമാത്രമല്ല, അവിടുത്തെ CPM-കാരെ, അവിടുത്തെ കോൺഗ്രസ്സുകാരെ, അവിടുത്തെ ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയം ഇല്ലല്ലോ. നമ്മളൊരു സ്ഥാപനം, ഇപ്പോൾ ലീഗുകാരുടെ സ്ഥാപനത്തിൽ ലീഗുകാർ മാത്രമാണോ കയറുക? അങ്ങനെ അല്ലല്ലോ, അങ്ങനെ പാടില്ലല്ലോ. നമ്മളൊരു സാധനം വാങ്ങുന്നത്, ഞാനൊരു ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ കയറുമ്പോൾ എൻ്റെ പാർട്ടിക്കാരാണോ എന്ന് നോക്കിയിട്ടല്ല, നമ്മളെല്ലാ കടയിലും കയറും. രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ബിസിനസ്സിൽ പങ്കാളികളാകും. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന്, ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ ME-യുടെ ഉദ്ഘാടനത്തിന് ഞാനാണ് CPM നേതാക്കന്മാരെ വിളിച്ചത്. ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും നേതാക്കന്മാരൊക്കെ വിളിച്ചത്. എന്തിനേറെ പറയുന്നു, ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പട്ടാമ്പി MLA, അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ചത് ഞാനാണ്. ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരൊക്കെ, എൻ്റെ എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കുമോ? പിന്നെ അദ്ദേഹം പറയാണ്, തിരുനാവായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി. എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ്. എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ്. കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ്. അദ്ദേഹത്തിൻ്റെ ബിനാമി ഞാനാണെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ ഒരു പഞ്ചുണ്ടാവും. അദ്ദേഹത്തെ എൻ്റെ പാർട്ട്ണർമാരെ അപമാനിക്കുക. നിങ്ങൾ ആലോചിക്കണോ? എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, പാർട്ട്ണർമാർ സൂക്ഷിച്ചോ, അവരുടെയൊക്കെ പുറകെ അന്വേഷണ ഏജൻസി വരാൻ പോകുന്നു. കാരണം വെപ്രാളം വന്നിട്ട് അങ്ങ് ഒരു ബോറനാവുകയെന്ന് പറയില്ലേ. എൻ്റെ ഒരു പാർട്ട്ണർ വീടിൻ്റെ പരിസരത്ത് പോയി അയാളെക്കുറിച്ച് അവിടെ നിന്ന് അന്വേഷിക്കുക, എൻ്റെ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് പരസ്യപ്പെടുത്തുക. എന്തെല്ലാം പ്രവൃത്തികളാണ് അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന്. പിന്നെ അദ്ദേഹം പറയുന്ന കൊപ്പത്തെ ME-യുടെ ലൈസൻസ് അഷ്റഫിൻ്റെ പേരിലാണ്. എല്ലാ പാർട്ട്ണർമാരുടെയും പേരിൽ ലൈസൻസ് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യേണ്ട, എന്നാലല്ലേ ഇത് അറിയുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തേണ്ടത്, ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കണ്ടേ. പിന്നെ അദ്ദേഹം ധോത്തി ചലഞ്ച് നടത്തിയിട്ട് പിന്നെ മുണ്ട് വളരെ മോശമായിപ്പോയി. ഒരു മുണ്ട് അദ്ദേഹം പൊക്കി കാണിച്ചു. പൊതുവേ ഇപ്പോൾ അദ്ദേഹം മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മുണ്ട് പൊക്കി അതായത് 3 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ധോത്തി ചലഞ്ച് നടത്തിയത്. സാധാരണ ഈ മുണ്ടെടുക്കുന്ന ആളുകൾക്കറിയാം, 1-2 വർഷം കഴിയുമ്പം മുണ്ടങ്ങ് ചീത്തയായി പോകും. 3 വർഷം കഴിഞ്ഞിട്ടും പൊക്കി കാണിക്കാൻ ഒരു മുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് അത്ര മോശം മുണ്ടല്ല. ഇനി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നതെന്നാണല്ലോ. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളല്ലേ. ഒരു ജനറൽ സെക്രട്ടറി ഒറ്റക്കാണോ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക? അദ്ദേഹം ഇരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നോ? അദ്ദേഹം അന്ന് പാർട്ടി ഫണ്ടുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിരുന്നോ? അതുകൊണ്ടാണോ അദ്ദേഹം ബാക്കിയുള്ളവരൊക്കെ സംശയിക്കുന്നത്? എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി അക്കൗണ്ട്, യൂത്ത് ലീഗിൻ്റെ പാർട്ടി അക്കൗണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാൻ കാർഡ് പ്രകാരമുള്ള അക്കൗണ്ടാണ്. അത് ഇലക്ഷൻ കമ്മീഷന്, ഇൻകം ടാക്സിന് കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു അക്കൗണ്ടാണ്. പൂർണ്ണമായി സുതാര്യമായി ഇവർക്ക് പരിശോധിക്കാമല്ലോ. പിന്നെ പറയുന്നത് വിദേശത്തുള്ള കമ്പനിക്ക് 3 പേരേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, വിദേശത്തെ കമ്പനി ഒരു സ്വകാര്യ കമ്പനി, അതിൽ എത്ര പേര് വെക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും ആ കമ്പനിക്ക് കൊടുക്കണ്ടേ? ഇതെല്ലാം ജലീലിനോട് പോയിട്ട് പറയണോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ 3 ആളെ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ, അങ്ങക്ക് സമ്മതമാണോ? അല്ല, ഞാനിതാ ഇവിടെ കൊപ്പത്തൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, അദ്ദേഹത്തെയും കൂടി അറിയിക്കേണ്ടിയിരുന്നു.
എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല ദുബായ് വിസയുടെ കാര്യം അറിയുന്ന ആളുകൾക്ക് അറിയില്ലേ, അത് കമ്പനി വിസ കോട്ട പാസ്സാകുന്നതിനനുസരിച്ചാണ് അവിടെ ആളുകൾ അപ്പോയിൻറ്റ് ചെയ്യുക. അതൊക്കെ ആ കമ്പനിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അത് പൊതുമുതലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? അവരെനിക്ക് എത്ര ശമ്പളം തരുന്നു, ഞാൻ എത്ര വാങ്ങുന്നു, അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ? റിവേഴ്സ് ഹവാല, അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. കാരണം എന്താ, അയാൾ ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം. ഫിറോസ് റിവേഴ്സ് ഹവാല നടത്തുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഒന്നുകിൽ ഉറപ്പിക്കുക ഉണ്ടോ. നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുക, കാണുന്നവരോടൊക്കെ നിങ്ങൾക്ക് റിവേഴ്സ് ഹവാല ഉണ്ടോ, അങ്ങനെയാണോ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഫിറോസിന് റിവേഴ്സ് ഹവാല ഉണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഉണ്ടോ എന്ന് എന്തിനാണ് ചോദിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല. കാരണം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം അത് വളരെ ഗൗരവമായ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അത്ര ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചാൽ അത് നിയമപരമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അത്തരം നിയമ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. പണ്ട് ചില മഞ്ഞപ്പത്രങ്ങളും ചില ഓൺലൈൻ പോർട്ടലുകളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചില ചെപ്പടി വിദ്യകളാണ്. ഇനി ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആരോപണം. നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ അതിനുള്ള മറുപടിയും പറയാം. ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ വെപ്രാളം? എന്താണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി? ഇപ്പം നേരത്തെ നിങ്ങൾക്കറിയാം, മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണം ഉയർന്ന സമയത്ത്, ആരോപണം ഉയർന്നു എന്നല്ലാതെ കൃത്യമായ ഒരു തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ മുസ്ലിം ലീഗ് വയനാട് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വളരെ വില കുറഞ്ഞ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് നേരത്തെ ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ തുടങ്ങുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടും ചില വില കുറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കാനേ പോകുന്നില്ല. ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. കാരണം അദ്ദേഹത്തിനൊരു സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില ശ്രമങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഗൗരവമായി കണ്ടിട്ടില്ല. പക്ഷെ വയനാട്ടിലെ വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളെ, ആ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ലീഗ് ഒരു ഭൂമി ഏറ്റെടുത്തപ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ്, തോട്ടഭൂമിയാണ്, അവിടെ നിർമ്മാണം നടക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ച സമയത്താണ് ഈ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിന് ഇറങ്ങുന്നത്. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത്. അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അതിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത്. മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ, പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ വേണ്ടി പോവാണ്. ചില ആളുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിൻ്റെ രേഖകൾ സഹിതമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ വേണ്ടി പോവാണ്. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും, ഒരു സംശയം വേണ്ട. അപ്പം അതിന് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തെ വഴിതിരിച്ച് വിടാം, എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ. ഇപ്പോൾ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, ഇനി ഫിറോസ് ഈ വിഷയം പറയാൻ സാധ്യതയില്ല, അദ്ദേഹം വേറെ ആരെക്കൊണ്ടെങ്കിലേ പറയിപ്പിക്കുള്ളൂ. കാരണം നമ്മളൊരു ആരോപണം, യൂത്ത് ലീഗ് ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് വിശുദ്ധ ഖുർആനൊന്ന് ഉയർത്തി കാണിച്ച്
ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കേൾക്കുന്ന ആളുകൾക്ക് അറിയാം. കാരണം അത് തെളിവുകൾ സഹിതമേ പറയൂ. ജലീലിന് അത് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. കാരണം പറയുന്ന ആൾക്കും വിശ്വാസമല്ല, കേൾക്കുന്ന ആൾക്കും വിശ്വാസമല്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഈ മതഗ്രന്ഥങ്ങളെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് അത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടലുകൾ, അതിൻ്റെ അഴിമതിയിലേക്ക് കൃത്യമായി അദ്ദേഹം നേരിട്ട് പങ്കാളിയായി എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. അതെ 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 പറ്റില്ലല്ലോ, നിങ്ങൾ സമ്മതിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം നേരിട്ട് ഇടപെട്ടു എന്നതിൻ്റെ രേഖകളാണ് ഞങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത്. കോടികളുടെ അഴിമതിയാണ്. ജലീലിനെ പറഞ്ഞില്ലേ? അതായത് ഒന്നാമത്തെ കാര്യം, ഇവിടെ തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് തെറ്റാണോ? ജലീൽ പറഞ്ഞതൊക്കെ ശരിയാ. എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അദ്ദേഹം പറയാത്ത അതായത് നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യുന്നില്ല. പിന്നെന്താണെന്നറിയോ, ഈ കൈരളിയുടെ ഒക്കെ ഈ ചോദ്യം വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സ്ഥാപനം കൊപ്പത്തെ എമ്മിയും ഹൈലൈറ്റ് മാളിലെ എമ്മിയും എൻ്റെ സ്ഥാപനങ്ങളാണ്. എൻ്റെ മാത്രമല്ല, ഞാൻ പാർട്ട്ണർമാരായിട്ടുള്ള, ഞാൻ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അത് രാഷ്ട്രീയമായി ഒരാളുടെ ഒരു സ്ഥാപനമാണെന്ന് ബ്രാൻഡ് ചെയ്താൽ ഒരു കച്ചവട സ്ഥാപനത്തിന് നല്ലതാണോ അത്? നിങ്ങൾ പറയും. നമ്മളങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഇപ്പോൾ ഇവിടെ ഈ തൊട്ടടുത്തല്ലേ ബ്ലൂഫിൻ ട്രാവൽസ്, ആ ട്രാവൽസിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പറയുന്നില്ല, ഞാൻ കേരളത്തിലെ മന്ത്രിമാരെ കൊണ്ടടക്കം അതിനകത്ത് ആശംസകൾ പറയിപ്പിച്ചിട്ടുണ്ട്. അത് ആളുകൾ ഇപ്പോൾ ഈ സമയത്ത് വലിച്ചേക്കുന്നത് ശരിയല്ല. കാരണം ഇത് ബിസിനസ്സല്ലേ. ഇതിനകത്ത് ഇവിടുത്തെ കോർപ്പറേഷനിലെ ഇടതുപക്ഷത്തിൻ്റെ ഭരണാധികാരികൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടില്ലേ? ഞാൻ ചോദിക്കുന്ന, ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? ഞാനിപ്പോൾ ഫിറോസിൻ്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, അതൊരു രാഷ്ട്രീയമായി ബ്രാൻഡിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് എനിക്ക് ബിസിനസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഏതായാലും ജലീൽ പറഞ്ഞതല്ലേ. ജലീൽ പറയാത്ത ബിസിനസ്സും ഉണ്ട്. അത് നിയമവിരുദ്ധമായിട്ടുള്ള ബിസിനസ്സുകളല്ല. അതിനകത്ത് കൃത്യമായ സോഴ്സുകളുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു സംശയം ഒരാൾക്ക് ഉന്നയിക്കേണ്ടത് അതിനകത്ത് എങ്ങനെ ഫണ്ട് കണ്ടെത്തി എന്നുള്ളതാണല്ലോ. എല്ലാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥാപനങ്ങളടക്കം അദ്ദേഹം പരിശോധിച്ചോട്ടെ. കേരളം ഭരിക്കുന്നത് ഞാനല്ലല്ലോ, UDF അല്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട ദിവസം പോലും തൂക്കുപാത്രത്തിൽ ജലീലിന് പായസം കൊടുത്തയച്ചു ആണ് എന്ന് ജലീൽ പറഞ്ഞ ആളല്ലേ. ഞങ്ങൾക്ക് അധികാരമൊന്നുമില്ലല്ലോ, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കാതെ പരാതി കൊടുത്താൽ പോരെ. എന്താണ് ദുബായ്? എനിക്ക് ദുബായിൽ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ പാർട്ടിയിലല്ലേ പറയേണ്ടത്. അപ്പം എൻ്റെ പാർട്ടിയിൽ ആ കമ്പനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം? കൈരളിക്കാണോ പ്രശ്നം? എന്ത് കാര്യം? എന്താ ധാർമ്മികത? ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ, എൻ്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ അത്ര വരുമാനമൊന്നുമില്ല. അല്ല, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഞാൻ ചോദിക്കട്ടെ, കാണുന്ന രാഷ്ട്രീയക്കാരോടൊക്കെ ഇപ്പോൾ നിങ്ങളെത്ര, അതൊക്കെ ഞാനും കമ്പനി തമ്മിൽ പല ടേംസും ഉണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക എമ്മിയിൽ എത്ര വരുമാനം ഉണ്ട്, അത് ഞാൻ ഇൻകം ടാക്സിലല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്. എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് മാന്യമായ വരുമാനമുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അത്യാവശ്യം നല്ല ഫണ്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ, ജലീൽ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ധോത്തി ചലഞ്ച് നടത്തിയതിനെ പറ്റിയൊക്കെ പറയും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥാപനം, ജലീൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന് ഈ ഫണ്ട് കലക്ഷൻ്റെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിനില്ല. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം ഒരു പണിയും ചെയ്തിട്ടില്ല യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത്. അന്നും സഹഭാരവാഹി, ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ, സഹഭാരവാഹികളാണ് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങളെ കമ്മിറ്റി ഉണ്ടാക്കി ആസ്ഥാന മന്ദിരത്തിലിരുന്നാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്.
തൊട്ടപ്പുറത്ത് ഞങ്ങളൊരു കെട്ടിടം എടുത്തിട്ടുണ്ട്, ഭാവിയിലേക്കുള്ള യൂത്ത് ലീഗ് തലമുറയ്ക്ക് വേണ്ടി വരുമാനം കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് 2 കോടിയോളം വില മതിക്കുന്ന ഒരു കെട്ടിടം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടി ഫണ്ട് സ്വരൂപിച്ചതൊക്കെ ഇതൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ യൂത്ത് ലീഗിൽ നിൽക്കുന്ന സമയത്ത് മാത്രമല്ല, CPM-നകത്ത് പോയപ്പോൾ ഫണ്ട് വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫണ്ട് വിരിക്കൽ മാത്രമല്ല, സമരത്തിൽ പങ്കെടുക്കുക, എന്തെങ്കിലും പിന്നെ പോസ്റ്റർ ഒട്ടിക്കുക, അതൊന്നുമില്ല. ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ലീഗിനെതിരെ 4 തെറി പറയുക, പോയി മത്സരിക്കുക, തല്ലുകൊള്ളാനും ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കാനൊക്കെ CPM-കാർ. അദ്ദേഹം സംഘടിപ്പിക്കുന്ന ഒരു പണിയില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഈ ഫണ്ട് കളക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ആക്ഷേപം. അപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ME-ലെ വരുമാനം, ഇതൊക്കെ ഞാൻ കൃത്യമായി ഇൻകം ടാക്സിനെ ബോധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇപ്പോൾ വരുമാനം ഫുൾ ടൈം ജീവനക്കാരനല്ല, അല്ല 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 ഞാനിപ്പോൾ ഇതും പറയാം. ഇനി ഇത് എക്സ്ക്ലൂസീവായ കാര്യം കൂടി പറയാം. അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് എക്സ്ക്ലൂസീവായി പറയണം. ഇപ്പോൾ അദ്ദേഹം വെറുതെ UAE കോൺസുലേറ്റിൽ അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടല്ലോ, UAE കോൺസുലേറ്റിലും പാതിര, അതൊന്നും ഞാൻ പറയുന്നില്ല, ചാറ്റിങ് അതൊക്കെ പോട്ടെ. അപ്പോൾ ആ കണക്ഷനൊക്കെ ഉപയോഗിച്ച് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വിസയൊന്നും സംഘടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ഇനി എക്സ്ക്ലൂസീവായി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. PK ഫിറോസിന് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ചെറിയ മിനിറ്റ് പറയട്ടെ ചെയ്തേ. അതായത് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഇതെങ്ങനെ കിട്ടി അന്വേഷിക്കണം. ഇവിടെ റൈറ്റ് ഹാൻഡ്, അവിടെ ലെഫ്റ്റ് ഹാൻഡ്, എങ്ങനെ ഇതൊക്കെ കൂടി. ഒരു മിനിറ്റ് ഇനി ഇതും പറയാം. എനിക്ക് ദുബായ് വിസ മാത്രമല്ല, എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട്, എനിക്ക് UK വിസ ഉണ്ട്, കാനഡ വിസ ഉണ്ട്. അവിടങ്ങളിലെല്ലാം ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈമർ അല്ല, എന്താ സംശയം? കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്ന് വർക്ക് ചെയ്യാം, എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം, എനിക്ക് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യാം, അതിനൊന്നും ഒരു തടസ്സമില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാം, ഇല്ലേ? ചെയ്തൂടെ? വിദേശത്തുള്ള ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ജോലി അത് ആ കമ്പനി പരിശോധിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം തരുന്നുണ്ടോ, എത്ര ശമ്പളം തരുന്നു, ഒരു മിനിറ്റ് കുട്ടൻ, ആ ശമ്പളം തരുന്നതിനനുസരിച്ചുള്ള പണി ഞാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിനെയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ആ കമ്പനിയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്? ആരോപണം. ഈ അസൽ ഒരു മിനിറ്റ് ശരി ഞാൻ പറയാം, കൃത്യമായി പറയാം. ഉറപ്പായിട്ട് പറയാം, ഉറപ്പായിട്ട്. വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ്. ആ കമ്പനി ആ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നത് എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം. മറ്റതൊക്കെ ഇപ്പോൾ ഞാൻ പണിയെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞങ്ങളും കമ്പനി തമ്മിലുള്ള പ്രശ്നമാണല്ലോ. ഈ കമ്പനി തട്ടിക്കൂട്ടി കമ്പനിയാണെന്നും ഈ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ്. അത് ഞാൻ മറുപടി പറയേണ്ടതുണ്ട്. എന്താണ് റിവേഴ്സ് ഹവാല? അത് കിട്ടിയാൽ എനിക്ക് അതിൻ്റെ അടുത്ത കാര്യം പറയാം. എന്താ റിവേഴ്സ് ഹവാല? എങ്ങനെ? എന്നിട്ട് ആ പൈസ അതാണ്. അതായത് ഇവിടുന്ന് അനധികൃതമായി സമ്പാദിക്കുന്ന സ്വത്ത് നമ്മൾ റിവേഴ്സ് ഹവാല വഴി നമ്മൾ വിദേശത്തേക്ക് കടത്തുന്നു, എന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നമ്മൾ അക്കൗണ്ട് വഴി, ഇപ്പോൾ എനിക്ക് 5.25 ലക്ഷമാണ് ശമ്പളമെങ്കിൽ ഞാനത് എന്ത് ചെയ്യും, അവിടെ ശമ്പളമായി വാങ്ങുന്നു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എനിക്കത് എന്തായി, അത് നല്ല ഒരു പണമായി. ഇതാണ് വൈറ്റ് മണിയായി. ബ്ലാക്ക് വൈറ്റായി. ഇതാണല്ലോ അതായത് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന കുറ്റകൃത്യം സാമ്പത്തിക കുറ്റകൃത്യം അല്ലേ? അതായത് എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുക, ഈ കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുക, എന്നിട്ട് ഇവിടുന്ന് പണം അങ്ങോട്ട് അയച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഉറപ്പല്ലേ? അപ്പോൾ റിവേഴ്സ് ഹവാല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ്? മറ്റത് അവിടുന്ന് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ അവിടുന്ന് അങ്ങോട്ട് അയക്കുന്നത്. എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ, കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ. ഈ കമ്പനി ഉത്തരം ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാം, ഈ കമ്പനി റിവേഴ്സ് ഹവാല നടത്തുന്നില്ല എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. ഈ കമ്പനി ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ്. ദുബായിലാണ്. അല്ല ദുബായിൽ അല്ല, അതൊക്കെ അതിനകത്ത് വന്നിട്ടല്ലോ കമ്പനി. അവിടെ ജലീലിനോട് ചോദിക്കുന്നത് ഇപ്പോൾ ഇനി പാർട്ണർമാരെ പേര് പറഞ്ഞിട്ട് അല്ല എന്താണെന്നറിയോ, ഞാനതൊന്നും പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് അത് പറയുന്നത്? എന്നിട്ട് അവരെ പോയി ഭീഷണിപ്പെടുത്താനോ? അല്ല ഞാൻ ചോദിക്കുന്നത് അതായത് ഇതൊക്കെ ഒരു മിനിറ്റ് ഇനി ഇതൂടെ പറയാം. ശരി ദീപക് ജി ഡയറക്ടറല്ല, എനിക്കതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഞാനതിനകത്ത് ഡയറക്ടറില്ല, ഞാനതിനകത്ത് പാർട്ട് ടൈം ജീവനക്കാരൻ മാത്രമാണ്. ഇനി ഇതൂടെ പറയാം. ഇനി ഇതൊക്കെ സത്യസന്ധമായിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇതൊരു ആരോപണം. ജലീലിന് ഞാനൊരു ഓഫറോട് വെക്കാം.
ജലീലിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം MLA ആണല്ലോ, തവനൂർ മണ്ഡലത്തിൽ അദ്ദേഹം ഒരു ഓണ്ടർപ്രണേഴ്സ് മീറ്റ് നടത്തട്ടെ. എന്നിട്ട് യൂത്ത് കോൺഗ്രസിനകത്തുള്ള DYFIക്കകത്തുള്ള ലീഗിനകത്തുള്ള മറ്റേതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അതിനകത്തുള്ള യുവ സംരംഭകരായിട്ടുള്ള ആളുകളൊക്കെ വിളിക്കട്ടെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പാർട്ട്ണർമാരെ ഭീഷണിപ്പെടുത്താനും മറ്റേനൊന്നല്ല, സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. കാരണം അദ്ദേഹം പറയണത് പിന്നെ ഇത് വലിയ അതിശയമാണ്, അങ്ങനെയാണല്ലോ. ഈ അതിശയമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കട്ടെ, മാധ്യമങ്ങളെ കൂടി വിളിച്ചോട്ടെ, കാര്യങ്ങൾ തുറന്ന് പറയാം. അതല്ലാതെ ഫിറോസിൻ്റെ സ്ഥാപനം വന്നിട്ട് അത് മുടക്കാനും അതിൻ്റെ മുമ്പ് പോയി കോമാളിത്തരം കാണിക്കാനും. ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ട്രാവൽസ് പോകുന്നത്, നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്രമാത്രം ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു രാഷ്ട്രീയമായിട്ട് ഇത്രയും വെപ്രാളം വരുമ്പോൾ രാഷ്ട്രീയമായി വിരോധമുള്ള ആളുകളുടെ സ്ഥാപനത്തിന് മുമ്പിൽ പോയി ഫോട്ടോ എടുക്കുക, അവിടെ നിന്ന് കോമാളിത്തരം കാണിക്കുക, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. നിങ്ങൾ കാണൂ, ഇത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർമാരെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഇതും പറയാം, എനിക്കൊരാൾ കടം തന്നെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് എന്നൊരു കമൻ്റായിട്ട് പറഞ്ഞാൽ അച്ഛനെ ചീത്ത വിളിക്കുക. എന്നാൽ അയാൾ ബാക്കിയുള്ള എല്ലാവർക്കും കടം കൊടുക്കുമെന്ന് ഇദ്ദേഹം ചോദിച്ചാൽ നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഇത് ഞാൻ ചോദിക്കട്ടെ, ഒരാളെ എനിക്ക് കടം തന്നാൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ? അദ്ദേഹം ബാക്കിയുള്ള സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് മുഴുവൻ കടം കൊടുക്കുമോ? അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അദ്ദേഹത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന്? കുട്ടൻ തോന്നുന്നുണ്ടോ? അല്ല ഇങ്ങനെ പറയുന്ന ഒരാളെ ഇത് പറയാം, നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കില്ലേ? കുട്ടന് ആയിക്കോട്ടെ, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. കുട്ടന് തോന്നുന്നുണ്ടോ ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നൂല, കൈരളിക്ക് തോന്നൂല. നിങ്ങളെ വീട്ടിൽ വേറെ ആരെങ്കിലും കൈരളി ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ? വീട്ടിൽ വേറെ ആരെങ്കിലും കൈരളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, ഉണ്ടോ? കുട്ടൻ്റെ വീട്ടിൽ കൈരളിയിൽ നേരത്തെ വേറെ ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ കൈരളിയിൽ വർക്ക് ചെയ്താലും മാത്രമേ യൂത്ത് ലീഗിൻ്റെ മുമ്പത്തെ ഭാരവാഹികൾ ME നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ എന്ത് ചോദ്യമാണ്, എന്ത് ബാലിശമായ ചോദ്യമാണ്. പാർട്ടിക്ക് അറിയാം, പിന്നെ എന്താ സംശയം? നമുക്ക് വിദേശത്ത് എന്താണ് ജോലി അങ്ങനെയൊന്നുമല്ല. നമുക്ക് വിദേശത്ത് പിന്നെ ഇടപാടുകളുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുമാനമുണ്ട്, നാട്ടിൽ ബിസിനസ് ഉണ്ടെന്നുള്ള കാര്യം പാർട്ടിക്കൊക്കെ അറിയാം. ഞങ്ങൾ പാർട്ടി അനുമതിയൊന്നും വാങ്ങണ്ട. ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടിക്ക് ഒറ്റ കണ്ടീഷനുള്ളൂ, എന്തെന്നറിയോ? പേരുദോഷം മാത്രമല്ല, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത്, നിയമവിധേയമായ കാര്യങ്ങൾ ചെയ്യാം. എല്ലാം കൃത്യമായിട്ടാണ്. ആർക്കും ഇതൊക്കെ വളരെ സിമ്പിളല്ലേ? ഡൽഹിയിലല്ല, ദുബായിൽ. ഇതൊക്കെ ചെയ്യണോ? ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ മാത്രമല്ല. അവിശ്വസിക്കാനാണോ വിശ്വസിക്കാനാണോ? എത്ര ആൾ യൂത്ത് ലീഗുകാർ എത്ര യൂത്ത് ലീഗുകാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്? ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ ഒരുപാട് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ആശയം എന്നാ ഇത് ഇടക്കിടക്ക് വിദേശത്ത് പോകുന്നുണ്ടെന്നല്ലേ? എന്താണ് ഇത് ഇടക്കിടക്ക് വിദേശത്ത് പോകുന്നത് എന്തിനാ? കോടികൾ ബിസിനസ് നടത്തുന്നല്ലേ? അല്ല, വരുമാനം എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് അത്യാവശ്യം വരുമാനമുണ്ട് ജീവിക്കാനുള്ള. അതായത് അത് ഞാൻ പറഞ്ഞുതരാം, ഇതോട് പറയാം. ഒരു മിനിറ്റ് റിയാസ് ഭായി, അതായത് ഒരു മിനിറ്റ്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി എന്നുള്ളതിലൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഡെയിലി ഒരു 1500-2000 രൂപക്ക് ഫ്യൂൽ അടിക്കുന്ന ആളാണ്. എനിക്ക് വേണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് എനിക്ക് എടുക്കാം. ഞാനൊരു നയാ പൈസ പോലും പാർട്ടിയിൽ നിന്ന് എടുക്കുന്നില്ല, എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ്. അതുകൊണ്ട് എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും കഴിഞ്ഞോളൊന്നുമില്ല, പക്ഷേ പാർട്ടി പ്രവർത്തകർ രാഷ്ട്രീയം ജീവിതമാർഗമാക്കരുത്. തൊഴിൽ ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും ആക്ഷേപമൊക്കെ ഉന്നയിക്കുമെന്ന് പേടിച്ചിട്ട് ഇനി രാഷ്ട്രീയക്കാർ പിന്നെ MLA-മാരാവട്ടെ ജനപ്രതിനിധികളാവട്ടെ ആർക്കും രാഷ്ട്രീയ ബിസിനസ്സാക്കാതെ അവരൊക്കെ തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് വരുമാന മാർഗം ഉണ്ടാക്കുന്നതാണ് അന്തസ്സ്. അതൊരു തെറ്റാണ്, അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ തൽക്കാലം നിവൃത്തിയില്ല. കൃത്യമായ സോഴ്സ് ഉണ്ട്.
100%. അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലല്ലോ ആരോപണം. അദ്ദേഹം ചോദ്യമല്ലേ ചോദിച്ചത്, ഹവാല ഇടപാട് നടത്തുന്നുണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക്. അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അതൊക്കെ അതിനകത്തില്ലേ, അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ. എന്തിനാണ് ഞാനിത് പറയണത്, ഇത് പറയണത് എന്തിനാണെന്ന് ചോദിച്ചു. പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നീ ഇവരൊക്കെ പോയി ഭീഷണിപ്പെടുത്താം. എൻ്റെ ഒരു പാർട്ട്ണറെ വീടിൻ്റെ പരിസരത്ത് ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വീടിൻ്റെ പരിസരത്ത് പോയി നിൽക്കുക, എന്നിട്ട് അവിടെ കാണുന്ന ആൾക്കാരോടൊക്കെ ഇവനെന്താ പരിപാടി, ഇവനെന്താ ചെയ്യുന്നത്, എന്തൊരു എന്നിട്ട് ഞാനതൊക്കെ പറയണമെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, KT ജലീൽ ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ? ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടലും പത്രസമ്മേളനം നടത്തലാണോ ചെയ്യേണ്ടത്? ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾ കൈമാറി എന്നെ എത്രയും പെട്ടെന്ന്, അതല്ലേ ഹീറോയിസം. പക്ഷേ ഒറ്റ കണ്ടീഷൻ ഉണ്ട് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി നടത്തിയ പിരിവ്, ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയ പണം, അതിൻ്റെ പേരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എൻ്റെ പേരിൽ ഇവർ സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചു. അവസാനം ഞാൻ ആ സ്വാഗതം ചെയ്തു. നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ വന്നാൽ ഞാൻ ആ കേസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. അവസാനം പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ എന്തായി, രാഷ്ട്രീയ പ്രേരിത എന്ന് പറഞ്ഞ് തള്ളി. അപ്പോൾ പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യരുത്, ഇനിയും കേസ് അന്വേഷണം നടത്തുമ്പോൾ, ഇപ്പോൾ വിജിലൻസിന് അദ്ദേഹം പരാതി കൊടുത്തില്ലേ, BDക്കും മറ്റേ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കൊക്കെ അദ്ദേഹം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. അദ്ദേഹത്തിന് കയ്യിലുള്ള തെളിവുകളൊക്കെ അദ്ദേഹം കൊടുക്കട്ടെ. പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഞാൻ ഇത് രാഷ്ട്രീയ പ്രേരിതാന്ന് ഈ അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ അത്തരം ആളുകളെ ചീത്ത വിളിക്കുക, കോടതിയെ തെറി പറയുക, ജഡ്ജിമാരെ തെറി പറയുക, അതൊന്നും ചെയ്യരുത്. അത്ര കണ്ടീഷനെ, ആ ഒരു കണ്ടീഷൻ എനിക്കുള്ളൂ. പക്ഷേ അതൊക്കെ ആക്ഷേപം ഉന്നയിച്ചാലും, എൻ്റെ പാർട്ട്ണർമാരെ ഭീഷണിപ്പെടുത്തിയാലും, എനിക്ക് കടം തന്ന ആളെ തെറി വിളിച്ചാലും, ഫേസ്ബുക്കിൽ എത്ര തവണ അദ്ദേഹം പോസ്റ്റ് ഇട്ടാലും, എൻ്റെ സ്ഥാപനങ്ങൾ മുമ്പ് പോയിട്ട് കോമാളിത്തരം കാണിച്ചാലും അദ്ദേഹത്തിൻ്റെ അഴിമതി പുറത്തു കൊണ്ടുവരാതിരിക്കില്ല. അതിൻ്റെ തെളിവുകൾ പുറത്തു വിട്ടിരിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് ജോബ് കാർഡ് ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നടപടി എടുക്കണമെന്നേ. ഞാൻ അഫിഡവിറ്റിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ശരിയായ കാര്യങ്ങളാണ്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടതുള്ളൂ. 2021 ഞാൻ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒന്നും അഫിഡവിറ്റിൽ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വളരെ സിമ്പിളല്ലേ. അല്ലാന്ന് ഞാൻ ചോദിക്കുന്നത്, ഉണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. എനിക്കതിന് മുമ്പ് ജോബ് കാർഡുണ്ട്. പക്ഷേ ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അത് അഫിഡവിറ്റിനകത്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സത്യമായ കാര്യങ്ങൾ. ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡില്ല. അതിന് മുമ്പുണ്ടായിരുന്നു. ആ സമയത്ത് മാത്രമല്ല, അതിനൊക്കെ കുറച്ചധികം കൃത്യമായ വർഷം കുറേ അധികം മുമ്പാണ്. അതാണ് നല്ല ചോദ്യമാണ്, ഗുഡ് ക്വസ്റ്റ്യൻ. കൈരളി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സന്തോഷമുണ്ട്. ഞാനത് നിയമവിദഗ്ധരായിട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മറ്റാരോപണങ്ങളൊന്നും പോലല്ല. ഈ റിവേഴ്സ് ഹവാല കള്ളപ്പണം, മറ്റതിപ്പോൾ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ ഒരു ആരോപണമല്ലല്ലോ. അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ എനിക്ക് വിദേശത്ത് തൊഴിലുണ്ട്. റിവേഴ്സ് ഹവാല കള്ളപ്പണം അത് ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം. അത് കേസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതും അദ്ദേഹം ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത്. ബുദ്ധിപരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ മാനാഷ്ട കേസിൻ്റെ കാര്യത്തിൽ മാത്രം, വേറൊരു കാര്യത്തിൽ ബുദ്ധിപരമായ കാര്യമല്ല. അദ്ദേഹം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അതിനകത്ത് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാം? അദ്ദേഹം എഴുതി, ഞാൻ വായിക്കാം. ഫിറോസിൻ്റെ കമ്പനി നടത്തുന്നത് റിവേഴ്സ് ഹവാലയോ? അപ്പോൾ അദ്ദേഹത്തിനിപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചാൽ അദ്ദേഹം പറയാം, ഞാൻ റിവേഴ്സ് ഹവാല നടത്തുന്നു പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോയെന്നൊരു ചോദ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് കൈരളി നിങ്ങൾ തന്നെ വാർത്തയാക്കുന്നത്. അദ്ദേഹം നിങ്ങൾ കൈരളി ഒന്ന് പോയി ചോദിക്കണം, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അദ്ദേഹം ചോദിച്ചല്ലേ. അത് ശരി, നല്ലതാ. തീർച്ചയായിട്ടും. അല്ല, അതാ പറഞ്ഞ എൻ്റെ നിയമവിദഗ്ധരായിട്ട് ആലോചിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസ് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതായിരിക്കും. അദ്ദേഹം ആരോപണം പറഞ്ഞിട്ടില്ലല്ലോ. നോക്കാം. മറ്റേത് ഇപ്പോൾ എന്താ ആരോപണം, നടത്തുന്നുണ്ടെന്നുള്ളൊരു ആരോപണം, എനിക്കൊരു ക്രെഡിറ്റ് അല്ലത്. ഇപ്പം ഇനി വേറെ കാര്യമാണ് പറയാം. ഒറ്റ കാര്യമിടും ദീപക് ജി, ഈ ജലീലിനുള്ളൊരു ബുദ്ധിയാണ് കേട്ടോ. അതായത് ഇപ്പം ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതെ, അതായത് പഴയ സഹപ്രവർത്തനല്ലേ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന്. ഇപ്പം ഞാൻ എംഇയോട് പറഞ്ഞു എന്താണെന്നറിയോ,
ഇപ്പം എനിക്ക് എമ്മിൽ 2 സ്ഥാപനത്തിൽ എനിക്ക് ഫ്രാഞ്ചൈസി ഉള്ളൂ. അവർക്ക് 35 സ്ഥാപനമുണ്ട്. ഇനി പുതിയ ഫ്രാഞ്ചൈസികൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇനി എവിടെ ഫ്രാഞ്ചൈസി തുടങ്ങിയാലും ഒരു 10% എനിക്ക് ഫ്രീ ആയിട്ട് ഷെയർ തരണം. കാരണം ഇത്രയും വലിയ പബ്ലിസിറ്റി കേരളത്തിൽ എത്ര പ്രൈം ടൈം ചാനലിലൊക്കെ എമ്മിയുടെ പരസ്യം അവർ കൊടുക്കണം, എത്ര പൈസ കൊടുക്കണം? ഞാൻ കാരണമല്ലേ? അപ്പോൾ ഫ്രീ, അതായത് ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ബിസിനസ്സിലെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ജലീൽ കുറച്ച് സമയം എൻ്റെ അടുത്ത് വന്നാൽ കുറച്ച് ബുദ്ധി ഞാൻ ഉപദേശിച്ചു കൊടുക്കുക. അല്ല, അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. സ്ഥാപനങ്ങൾക്ക് പൈസ തന്നു. അതാണ് ആ കമ്പനിയുടെ പേര്. 3 ആളുകളാണ് സ്റ്റാഫുകളായിട്ടുള്ളത്. ഫിറോസ്, റയീസ്, മുഹമ്മദ് അസ്ലം, ഇത്രയും പേര്. ഇങ്ങനെ 3 പേര് മാത്രമായിട്ട് ജീവനക്കാരായിട്ടുള്ള ഒരു കമ്പനി, അതിന്റെ പ്രവർത്തനം എന്താണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ ഒരു കമ്പനിക്ക് ഇത്രയധികം വരുമാനം ഉണ്ടാകുമോ? ഇപ്പൊ ഈ 5 ലക്ഷം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു, എങ്കിൽ പോലും കുറച്ച് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നു. അങ്ങനെ വരുമാനം കിട്ടുന്ന ഒരു കമ്പനി, അതിന്റെ പ്രവർത്തനം എന്താണ്? അത് വിശദീകരിക്കേണ്ട ബാധ്യത സ്വാഭാവികമായിട്ടും ഉണ്ടോ? അങ്ങനെ രാഷ്ട്രീയക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് നിയമം ആരാണ്? 3 ഞാൻ കേട്ടോ, 1 മിനിറ്റ്. ഞാൻ പറയാം. അതായത് ദുബായില് ഒരു കമ്പനി വിസ കൊടുക്കുന്നത് അവിടുത്തെ വിസ നിയമങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നു, നിങ്ങൾക്ക് ഒറ്റയടിക്ക് 50 പേരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ദുബായിൽ വിസ നിയമങ്ങൾ അറിയണം. ദുബായിക്ക് ഒരു കമ്പനി തുടങ്ങുമ്പോൾ വിസയുടെ കോട്ട പാസ്സാവും. ആ കോട്ട പാസ്സാകുന്നതിനനുസരിച്ച് ആളുകൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കമ്പനി മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വളർച്ചക്കനുസരിച്ചാണ് ആളുകൾ അപ്പോയിൻറ്റ് ചെയ്യുക. നിങ്ങളൊരു കമ്പനി വിസ എടുക്കുമ്പോൾ അതിനകത്തൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണം, ആ കോൺട്രാക്റ്റ് കൊടുക്കണം. അങ്ങനെ പല കണ്ടീഷൻസും ഉണ്ട്. അതൊക്കെ ആ ദുബായിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവാസിയോട് ചോദിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ദുബായിൽ കമ്പനി നടത്തുന്ന ആളല്ല, അതായത് ദുബായിൽ 3 ആളെ മാത്രമേ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 3 ആൾ വെച്ചാൽ കമ്പനി ആവില്ല, അങ്ങനെയൊന്നുമില്ല. ഒരാൾ നടത്തുന്ന കമ്പനി ഉണ്ടാവും, 2 ആൾ നടത്തുന്ന കമ്പനി ഉണ്ടാവും. ആ കമ്പനി നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നല്ലേ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആർക്കും പരിശോധിക്കാം, ഏത് ഏജൻസിക്കും പരിശോധിക്കാം. മോസ്റ്റ് വെൽക്കം. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. PK ഫിറോസ് ഒരു കടുകമണി തൂക്കത്തിൻ്റെ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ദയ ചെയ്യുന്നൊരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത്? എന്തെങ്കിലും ഒരു ദയ കാണിക്കുന്ന സർക്കാരാണോ കേരളം ഭരിക്കുന്നത്? ഒരു കടുകുമണി തൂക്കം തെറ്റ് ചെയ്താൽ വെറുതെ വിടാത്തൊരു സർക്കാരല്ലേ കേരളം ഭരിക്കുന്നത്? അവരിന്ന് എന്തെങ്കിലും ദയ കിട്ടുമോ? എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത്? കടുകുമണി തൂക്കം തെറ്റ് പോലും ഇല്ല. അതുകൊണ്ട് കുറേ ആക്ഷേപം ഉന്നയിക്കുക, എന്നിട്ട് സ്വന്തം ചെയ്ത തെറ്റുകൾ, ഈ അഴിമതി, ഈ മന്ത്രിയായിരിക്കുന്ന സമയത്ത് താൻ നടത്തിയ അഴിമതി പുറത്തു വരരുത്, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കണം. അതിന് കുറേ തവണ ഉയർത്തി കാണിച്ചാൽ ആ ക്രെഡിബിലിറ്റി തകർക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയം തൊഴിലാക്കാത്ത മറ്റു വരുമാന മാർഗങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കളോട് അവർക്ക് മതിപ്പേ ഉണ്ടാവൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. താങ്ക് യു.